ചിക്കനോ മീറ്റോ യൂസ് ചെയ്യാതെ ഉള്ളിൽ നല്ല ജ്യൂസിയും പുറമേ നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈ സ്നാക്ക് എന്ത് വെച്ചാണ് റെഡിയാക്കിയിട്ടുള്ളതെന്ന് ഒന്ന് ഗസ് ചെയ്യാവോ? നോൺ വെജൊക്കെ കഴിക്കാത്തവർക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്നാക്കാണിത്. പിള്ളേർക്കായാലും നമ്മൾ എപ്പോഴും ചിക്കനും ബീഫൊക്കെ അല്ലേ കൊടുക്കണത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്തു നോക്കിയേ, ഉറപ്പായിട്ടും അവർക്കിത് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് വേറൊന്നുമല്ല, ഓസ്റ്റർ മഷ്റൂംസ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് റെഡിയാക്കിയിട്ടുള്ളത്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാ മഷ്റൂംസ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇതിലെ ഫുൾ വെള്ളവും നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ടിതാ ചെറിയ പീസുകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കോൺഫ്ലവറും കൂടി ചേർത്ത് ഈ മഷ്റൂംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം കേട്ടോ. ഇതിനായിട്ട് 1 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഓരോ ടീസ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി പാലൊഴിച്ച് വേണം കേട്ടോ ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി. ഇനി പാലും കൂടി ഒഴിച്ച് ഒരു തിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാറ്റർ ഇതുപോലെ വേണം കേട്ടോ. അധികം ലൂസാകാനും പാടില്ല, അധികം തിക്കാകാനും പാടില്ല. ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ മഷ്റൂംസും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഇനി ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇത് റെഡിയാക്കി വെക്കരുത്. ഇങ്ങനെ ചെയ്തിട്ട് നേരെ നല്ല ചൂടായ ഓയിലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കരുത്, ഓയിൽ തന്നെ എടുക്കണം. അപ്പം ഞാൻ ഓരോ മഷ്റൂംസും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഷ്റൂംസ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് നമുക്കൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ മഷ്റൂംസ് നമുക്ക് എയർ ഫ്രയറിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, കുറേ സമയം ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി നോക്കി. ഇപ്പം നമ്മുടെ മഷ്റൂംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വെച്ചൊക്കെ റെഡിയാക്കുന്നതിലും ടേസ്റ്റാണ്. കുട്ടികൾക്കും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.